ഹൈദരാബാദിലെ ശില്പങ്ങളുടെ ആരാമം അറിയപ്പെടുന്ന ശില്പാരാമത്തിലാണ് നമ്മളുള്ളത്. മൊത്തം കരകൗശല വസ്തുക്കളും കൊത്തുപണികളും നിറഞ്ഞ വലിയൊരു ഏരിയയാണ്. ഇത് ക്രോഷ എന്ന് പറഞ്ഞ തയ്യലാവട്ടോ. കൈ വെച്ച് 1-2 നൂല് ഉപയോഗിച്ച് തയ്ച്ചെടുക്കുന്ന കേട്ടോ ഈ ഫുൾ ഉടുപ്പ്. അതിട്ട് കറങ്ങുന്നതാണ് ഈ സുന്ദരിക്കുട്ടി. പാർക്കും കരകൗശല വസ്തുക്കളുടെയും കൊത്തുപണികളുടെയും കാഴ്ചകൾ കണ്ട് തീരാത്തത്ര ഉണ്ട്. പലജാതി ദൈവങ്ങളും കാളവണ്ടിയും ആനയും കാറും ബൈക്കും മുതൽ അവിടെ ഇല്ലാത്തൊരു സാധനമില്ല. ആടെ ലണ്ടനായി വരെ ഉണ്ട്, അതും കറങ്ങുന്നു. എന്താ സിമ്പിളായിട്ട് ഇങ്ങനെ മ്യൂസിക് വായിക്കുന്ന ആൺപിള്ളേരെ പെൺപിള്ളേർക്ക് ഇഷ്ടമത്തില്ല. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ക്ലോക്ക് കാണിച്ചു തരാം കേട്ടോ. ഫോൺ കറക്കി 110 വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓടിപ്പോയി ഞാനൊരു ശില്പം കൊത്തി വെച്ചു. ഇരിക്കട്ടെ എൻ്റെ കോൺട്രിബ്യൂഷൻ. ശേഷം അവിടുത്തെ തനത് സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പ്രതിമകളുണ്ടായിരുന്നു. ആ പ്രതിമകളിൽ നമ്മുടെ മുഖം ചേർത്ത് വെച്ചാൽ നമ്മൾ അവിടുത്തുകാരായി ഫോട്ടോ എടുക്കാം. അങ്ങനെ ഹൈദരാബാദിലൊരു അമ്മാവനും അമ്മായിയായിട്ട് ഞാൻ വേഷം കിട്ടി. പിന്നെ ഞാൻ പോയി കലപ്പേന്തി കർഷകനായി. അത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അതിൽ പോയി വിസിറ്റേഴ്സൊക്കെ 10 രൂപ അല്ല വിസിറ്റേഴ്സൊക്കെ വന്ന് സൂപ്പറാന്ന് പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ ഈ വേഷം കണ്ട് കണ്ടിട്ടാണോ ഈ ചേട്ടൻ ഇങ്ങനൊരു എക്സ്പ്രഷൻ? ഇറങ്ങി പോടാന്നൊന്നും പറഞ്ഞാൽ ആയിരിക്കില്ല അല്ലായി. വൈവിധ്യങ്ങളാർന്ന വർണ്ണങ്ങൾ കണ്ട് അമ്പരചുംബി ഞാൻ നടന്നു.